ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ്. നമുക്കൊരു 1-2 പ്രസ്ഥാനങ്ങളാണ് ഈ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും കാണാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. കാരണം എന്താണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവാനുള്ള കാരണം? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അഞ്ചുതെങ്ങ് കോട്ട പണിയിച്ചത് 1695-ലാണ്. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി എന്ന് പറയുന്നത് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി എന്നും കണ്ടിട്ടുണ്ട്, പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. രണ്ടുപേരും പഠിക്കണം. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഓക്കെ, നമുക്ക് ഓരോരോ പോയിന്റുമായിട്ടൊന്ന് നോക്കാം. അഞ്ചുതെങ്ങ് കലാപമാണ് പറഞ്ഞത് അല്ലെ? അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അപ്പൊ ഈ അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ള വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1697. 1600 ആണ് 1697. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപമാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ 5ഉം 6ഉം 7ഉം അടുത്തടുത്ത 3 സംഖ്യകൾ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. 5, 6, 7. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ 5 തെങ്ങുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 6 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് 1600 ആണെന്ന് ഓർമ്മ വരണം. കാരണം എക്സാമിന് 1700, 1800 ഒക്കെ തരും. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് 5, 6, 7 എന്നുള്ളൊരു കോഡ് പറഞ്ഞത്. 5 അഞ്ചുതെങ്ങ് കലാപം, 6 1600 ആണെന്ന് മനസ്സിലാക്കുക. 6 1600. 1600 എത്രയാണ്? 97 ആണ്. 7. അപ്പൊ 5, 6, 7 എന്നുള്ളൊരു കണക്ഷൻ നിങ്ങളൊന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ 5 അഞ്ചുതെങ്ങ് കലാപമാണെന്നും 6 1600, ഓക്കെ, 7 907 അല്ല 97 എന്നുള്ള കണക്ഷനിൽ നമുക്ക് എത്താൻ പറ്റും. 1697 മറക്കരുത്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്നിട്ടുള്ള കലാപമാണ്. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്നിട്ടുള്ള കലാപമാണ് നമ്മുടെ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. എന്തായിരുന്നു കാരണം? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അഞ്ചുതെങ്ങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെങ്ങാണോ അങ്ങനെ എന്തെങ്കിലും ചുമന്ന് ആലോചിക്കാൻ സാധ്യതയുണ്ട്. കുരുമുളകാണ് ഇവിടെ വരുന്നത്. കാരണം ഈ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് കുരുമുളക് അല്ലെ, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കൊണ്ട്. ഓക്കെ, ഈ 5 തെങ്ങ് എന്ന് പറയുമ്പോൾ തെങ്ങിലേക്ക് കുരുമുളകിന്റെ വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന രീതിയിലൊന്നും ചിന്തിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുരുമുളകുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കൊണ്ടാണ് എന്ത്? അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്നിട്ടുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചുതെങ്ങ് കോട്ട പണിയിച്ചത് 1695. ഓക്കെ, അഞ്ചുതെങ്ങ് കോട്ടയാണ് പറയുന്നത്. അഞ്ചുതെങ്ങ് കോട്ട 5ൽ തന്നെയാണ് പണിയിച്ചത്. 1695. ആ സംഖ്യ രണ്ടും സെയിം ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അഞ്ചുതെങ്ങ് കോട്ട പണിയിച്ചത് 1695 തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത്. എപ്പോ? 1697. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട പണിയിച്ചത് 1695-ലും അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697-ലുമാണ്. 2 വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഒരു ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന്റെ പേരാണ് ആറ്റിങ്ങൽ റാണി. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്, ഉമയമ്മ റാണി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി അല്ലേ? അപ്പോൾ ഈ 5 തെങ്ങും ഉള്ളത് ഒരു ആറ്റ് അല്ല, ആറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുഴയായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പൊ ഒരു പുഴയുടെ തീരത്താണ് തെങ്ങൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. പുഴയുടെ തീരത്ത്, ആറ്റിന്റെ തീരത്ത് ആറ്റിങ്ങൽ റാണി അല്ല, ആറ്റിന്റെ തീരത്തുള്ള തെങ്ങ്, 5 തെങ്ങ്, ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ റാണിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്? ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ്. 5 തെങ്ങ് എവിടെയുള്ളത്? ആറ്റിന്റെ സൈഡിലാണോ എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ആറ്റിങ്ങൽ റാണി. മറ്റൊരു പേരാണ് ഉമയമ്മ റാണി. ഓക്കെ, 5 ഉമ്മ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഉമയമ്മ റാണി എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പോയിന്റ് വായിക്കാം. 5 തെങ്ങ് കലാപം നടന്നത് 1697-ലാണ്. നമ്മൾ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ, 5 തെങ്ങ് കോട്ട പണിയിച്ചത്. ആ 2 വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം കോട്ടയാണ് പണിയിച്ചത്. 5 തെങ്ങ് കോട്ട 5 1695-ലാണ് പണിയിച്ചത്.
നെക്സ്റ്റ് ആണ് വന്നത് അഞ്ചുതെങ്ങ് കലാപം അല്ലെ, 2 വർഷം കഴിഞ്ഞിട്ട് 1697. നമ്മൾ എന്താ പറഞ്ഞത്, 5, 6, 7 എന്നുള്ളൊരു കോഡ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമായിരുന്നു. കാരണം എന്തായിരുന്നു, കുരുമുളക് അല്ലെ, തെങ്ങിലാണ് കുരുമുളക് വള്ളിക്ക് പടർന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കൊണ്ടാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയുടെ പേരാണ് ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, തിരുവനന്തപുരത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് അടുത്ത പറയുന്നത്. 1721 ഏപ്രിൽ 15 നടന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. സംഘടിത കലാപം. വേണാടിലെ ഭരണാധികാരി, ആ സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ആദിത്യവർമ്മയാണ്. വേണാടാണ് കേട്ടോ, വേണാടിലെ ആ സമയത്തെ ഭരണാധികാരി ആദിത്യവർമ്മ. വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ് ആണ്. വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. 1723 നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഈ ആറ്റിങ്ങൽ കലാപത്തിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇത്രയും ഞാൻ തന്നിട്ടുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1721 ഏപ്രിൽ 15. ആറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പുഴയായിട്ട് എടുക്കുക അല്ലെ. 6 പുഴ. ഒറ്റ പുഴയില്ലു എന്ന് വിചാരിച്ചാൽ മതി. ഒരു ഒറ്റ പുഴ മാത്രമേ ഉള്ളൂ. അപ്പൊ 1. 1721 ഒരൊറ്റ പുഴ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ആറ്റ് മാത്രമേ ഉള്ളൂ. 1. 1721 ഏപ്രിൽ 15. ആറ്റ് എന്ന് പറഞ്ഞാല് പുഴയാണല്ലേ. അപ്പൊ ഈ പുഴയും ഏപ്രിലുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ഈ പ്രില്ലൊക്കെ ഉപയോഗിച്ച് നമ്മൾ പുഴയിൽ നിന്നാണ് അല്ലെങ്കിൽ ആറ്റിൽ നിന്നാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് ചുമ്മാ ഒന്ന് ആലോചിക്കുക, പ്രില്ല് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഏപ്രിലായിട്ട് കണക്ട് ചെയ്യാലോ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ്. ഒറ്റൊരാറ്റ് മാത്രമേ ഉള്ളൂ. ആ ആറ്റിൽ നിന്നാണ് നമ്മൾ പ്രില്ല് ഉപയോഗിച്ച് കഴുകുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. 1721 ഏപ്രിൽ അല്ലെ, ഏപ്രിൽ 15. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെ. സംഘടിത, ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് സംഘടിത കലാപം, ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ പുഴയാണല്ലേ. അപ്പൊ ഈ പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജലത്തുള്ളികൾ ഒന്നിച്ചു വന്നിട്ടാണല്ലോ വലിയൊരു പുഴയാവുക, സംഘടിച്ചിട്ട്. അപ്പൊ ആ ഒരു രീതിയിലൊന്നും ആലോചിച്ച് വെക്കുക. ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. നെക്സ്റ്റ്, വേണാടിലെ ആ സമയത്തെ ഭരണാധികാരി ആരാണ്, ആദിത്യവർമ്മ. വേണാടിലെ ആ സമയത്തെ ഭരണാധികാരി ആദിത്യവർമ്മ. അപ്പൊ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ആറ്റ് എന്ന് പറയുമ്പോൾ പുഴയായിട്ടാണല്ലോ എടുത്തത്. അപ്പൊ പുഴയിൽ വീണ ആദിത്യൻ, സൂര്യൻ എന്നുള്ള രീതിയിലാണ് എടുത്തത്. ആറ്റ് എന്ന് പറഞ്ഞ പുഴ അല്ലെ. ആറ്റില് വീണ, വേണാടിലെ ഭരണാധികാരി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് വീണ എന്നില്ല അല്ലെ. വീണ ആദിത്യൻ, സൂര്യൻ എന്നുള്ള രീതിയിൽ എടുത്തു. ഓക്കെ, അപ്പൊ ആറ്റില് വീണ സൂര്യൻ എന്നുള്ള രീതിയിലാണ് ആറ്റിങ്ങൽ കലാപം. ആ സമയത്ത് വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ എന്ന രീതിയിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പേര് മറക്കരുത്, ആദിത്യവർമ്മ. നെക്സ്റ്റ്, ഈ സമയത്ത് ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ സമയത്ത് മരണപ്പെട്ട അല്ലെ, കൊല്ലപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗീഫോർഡ്. അപ്പൊ ഈ ഗീഫോർഡ് എന്നൊക്കെ പേര് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഓർമ്മ വരേണ്ടത്. കാരണം ഒരുപാട് കലാപങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഗീഫോർഡ് എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഉദ്യോഗസ്ഥനാണ്. ആ ഒരു സമയത്ത് വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അത് നമ്മൾ ഗീഫോർഡ് ആറ്റിങ്ങൽ കലാപവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചിന്തിച്ചതെന്ന് വിചാരിച്ചാല്, ഗീഫോർഡ് അല്ലെ. ഗീ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയ്യാണ് അല്ലെ. ഗീ, നെയ്യ്. അപ്പൊ ഈ ആറ്റില്, ഈ പുഴയിൽ നിറച്ചും നെയ്യാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പുഴ വെള്ളത്തിന് പകരം നെയ്യാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഗീഫോർഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഗീ അല്ലെ, നെയ്യ് പോലെ വെള്ളം. അപ്പൊ ആ വെള്ളമായിട്ട് നമുക്ക് ആറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണാട്ട് ആ സമയത്ത് എന്താണ് വധിക്കപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗീഫോർഡ്. നെക്സ്റ്റ്, ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി അല്ലെ. വേണാട് ഉടമ്പടി നമ്മൾ വേണാടിലെ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദിത്യവർമ്മയെ. അപ്പൊ അതുമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഒപ്പുവെച്ച ഒരു ഉടമ്പടി, വേണാടിൽ വെച്ചിട്ടാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് വേണാട് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1723.
1723. അപ്പോൾ വേണാട് ഉടമ്പടി നടന്ന വർഷമാണ് 1723. വേണാട് എന്ന് പറയുമ്പോൾ 3 അക്ഷരമാണ് അതിലുള്ളത്. വേണാട് 3 അക്ഷരം. അപ്പം 3 അക്ഷരം ആകുമ്പോൾ 3 എന്നുള്ള രീതിയിൽ 1723 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയുടെ വേണാട് ഉടമ്പടിയില് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവച്ചിട്ടുള്ള ഭരണാധികാരിയാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ. ആദ്യത്തെ രാജാവ് അല്ലെ, തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ച ആരാണ്? അലക്സാണ്ടർ ഓമാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയും ഓമും കൂടിയിട്ടാണ് 1723 എന്ത് ഒപ്പുവെച്ചത്? വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗീഫോർഡ് എന്ന വ്യക്തിയോ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? ഗീഫോർഡ്. നെയ്യാണ്, നെയ്യ്, വെള്ളം പോലെ അല്ലെ, വെള്ളം, ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് പറഞ്ഞത് വേണാടിലെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. എന്താണ് പറഞ്ഞത്? ആറ്റിൽ വീണ ആദിത്യൻ സൂര്യൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് സംഘടിത കലാപം അല്ലെ. ആ ഒരു വാക്കൊന്ന് ഓർത്ത് വയ്ക്കുക. സംഘടിതമായിട്ടുള്ള കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അത് നടന്ന വർഷമാണ് 1721 ഏപ്രിൽ 15. ഒരു ആറ്റാണുള്ളത്. ആ ആറ്റിൽ നിന്നാണ് നമ്മൾ പ്രില്ല് ഉപയോഗിച്ച് കഴുകാനുള്ള രീതിയിൽ ഏപ്രിൽ 15 കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പഴശ്ശി യുദ്ധങ്ങളാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പഴശ്ശി യുദ്ധങ്ങൾ. ചോദിച്ചിട്ടുണ്ട്. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. നമ്മൾ പഴശ്ശിരാജയുടെ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടാവും കേട്ടോ, ഓർമ്മ വരും. ചില വ്യക്തികളാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ പഴശ്ശിരാജ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില വ്യക്തികളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പൊ ഒന്ന് കാണാം കേട്ടോ. യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. രാജവംശം കോട്ടയം രാജവംശം. പഴശ്ശിരാജയുടെ രാജവംശം എന്ന് പറയുന്നത് കോട്ടയം രാജവംശം. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1705 വരെ. ഈ ഒരു കാലഘട്ടം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെ. 93 മുതൽ 1805 വരെ. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ യുദ്ധം എന്ന് പറയുന്നത് പഴശ്ശി യുദ്ധമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധം എന്നൊക്കെ പറയുന്നത് പഴശ്ശി യുദ്ധങ്ങളാണ്. പൈച്ചി രാജ, കുട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശി തന്നെയാണ്. പൈച്ചി രാജ, പൈച്ചി ബ്രിട്ടീഷുകാർ പറഞ്ഞ വാക്കുകളാണ്. പൈച്ചി രാജ, അതുപോലെ കുട്ടിയോട് രാജ, കുട്ടിയോട്ട് രാജ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശി തന്നെയാണ്. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം. എന്തൊക്കെയാണ് കാരണങ്ങൾ? കോട്ടയം പ്രദേശത്തെ നമ്മൾ പറഞ്ഞല്ലേ, കോട്ടയം രാജവംശമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും അതുപോലെ വയനാട്ടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് സ്വാഭാവികമായിട്ടും തിരിയാനുള്ള കാരണം. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ തിരിയാനുള്ള കാരണമാണ് പറയുന്നത്. 2 കാരണമാണുള്ളത്. എന്തൊക്കെയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് എന്താണ്? വയനാട്ടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യം പഴശ്ശിരാജയുടെ കാലഘട്ടം പഠിക്കണം. യുദ്ധ കാലഘട്ടമാണ് കേട്ടോ, യുദ്ധ കാലഘട്ടമാണ്. എത്ര? 1793 മുതൽ 5 വരെ, 1705 വരെ. പഴശ്ശിരാജ, കുട്ടിയോട്ട് രാജ, ഈ രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കി വെക്കാം. അതുപോലെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാട്ടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതും. ഓക്കെ, ഇനി നമുക്ക് 2 ഭാഗങ്ങളായിട്ട് പഠിക്കാനുണ്ട്. പഴശ്ശി വിപ്ലവം 1793 മുതൽ 1805 വരെ അല്ലെ പഴശ്ശി യുദ്ധം നടന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ 2 ഭാഗങ്ങളാക്കിയിരുന്നു. ഒന്നാമത്തെ പഴശ്ശി യുദ്ധവും അതുപോലെ രണ്ടാമത്തെ പഴശ്ശി യുദ്ധവും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവമാണ് ആദ്യം പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം.
ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 97 വരെ 4 വർഷക്കാലം. 93 മുതൽ 97 വരെ 1793. പഴശ്ശി എന്ന് പറയുമ്പോൾ 3 അക്ഷരമാണ് അതിലുള്ളത്, പഴശ്ശി. അപ്പൊ 3 അക്ഷരത്തിലാണ് ആ വർഷത്തിന്റെ ആദ്യം തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് വയ്ക്കുക. 3 1793. ഓക്കെ, പിന്നെ ഒരു 7 വരെ അല്ലെ, 1797 വരെ 4 വർഷക്കാലമാണ് ആദ്യത്തെ പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. എന്താ കാരണമാണ് നെക്സ്റ്റ് പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമാണ് കാരണം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണങ്ങൾ. പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമലയിലാണ്. പുരളിമല. ഈ പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണെന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമല. നെക്സ്റ്റ്, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും അതുപോലെ ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ചിറക്കൽ രാജാവ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജയ്ക്കും അതുപോലെ ബ്രിട്ടീഷുകാർക്കും ഇടനിലയായിട്ട് ഒരു വ്യക്തി നിന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് നമ്മുടെ ചിറക്കൽ രാജാവ്. ജസ്റ്റ് കേട്ട് പോവാട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, ഒന്നാം പഴശ്ശി വിപ്ലവമാണ് വർഷം 1793 മുതൽ 7 വരെ 1797 വരെ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെയാണ് പോരാട്ടം തുടങ്ങിയത് അല്ലെ. പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമലയാണ്. പുരളി എന്ന് പറയുമ്പോൾ പുരളിമല കണ്ണൂർ ജില്ലയിലാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കാൻ ഇടനിലക്കാരനായിട്ട് ഈ പഴശ്ശിരാജയുടെയും അതുപോലെ ബ്രിട്ടീഷുകാരുടെയും ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചിറക്കൽ രാജാവ്. ഓക്കെ, നെക്സ്റ്റ് പോവാം. രണ്ടാം പഴശ്ശി കലാപമാണ് പറയുന്നത്. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ വർഷം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നാലാം മൈസൂർ വിപ്ലവത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം കാണപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. രണ്ടാം പഴശ്ശി വിപ്ലവമാണ് അല്ലെ പറയുന്നത്. 2 ഇരട്ടി 4 അപ്പൊ നാലാം മൈസൂർ വിപ്ലവത്തിന്റെ അനന്തരഫലം എന്നറിയപ്പെടുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ കാരണമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ നോക്കിയതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് അല്ലെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതോടെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് ഗൊറില്ല യുദ്ധം നടത്തിയ അല്ലെ, വയനാട് കുന്നുകളിൽ നിന്ന് ഗൊറില്ല യുദ്ധം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത് പഴശ്ശിരാജയാണ്. ഗൊറില്ല യുദ്ധം നടത്തിയ വ്യക്തിയാണ് നമ്മുടെ പഴശ്ശിരാജ എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ നിന്നാണ്? വയനാട് കുന്നുകളിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കൂങ്കൻ, പള്ളുവൻ ഏമൻ നായർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കൂങ്കൻ, പള്ളൂർ ഏമൻ നായർ. ഈ 4 പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അല്ലെ, കണ്ണുണ്ട്, കൈയുണ്ട്, ചേനയുണ്ട്, പള്ളയുണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. കണ്ണ് എന്ന് പറയുമ്പോൾ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈ ഉണ്ട് എന്ന് പറയുമ്പോൾ കൈ നമ്മുടെ ഹാൻഡ് കൈതേരി അമ്പുനായർ, ചേന ഉണ്ട് അല്ലെ, ചേന എടച്ചേന കുങ്കൻ, പള്ളുവൻ ഏമൻ നായർ പള്ളയായിട്ടാണ് എടുത്തത്. അപ്പൊ ഈ ഒരു ഷോർട്ടായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കണ്ണ്, കൈ രണ്ടുണ്ട്, ഒരു ചേനയുണ്ട്, അതിങ്ങനെ പള്ളയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പള്ളൂർ ഏമൻ നായരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ആ 4 പേരും കൃത്യമായിട്ട് ഓർമ്മ വെക്കണം, കാരണം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം കഴിഞ്ഞു. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നമ്മൾ പറഞ്ഞല്ലേ, നാലാം മൈസൂർ വിപ്ലവത്തിന്റെ അനന്തരഫലമാണ്. 2, 2, 4 എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. 1800 മുതൽ 1805 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ നോക്കിയതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. വയനാട് കുന്നുകളിൽ വെച്ച് പഴശ്ശിരാജ ഗൊറില്ല യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്താണ്? വ്യക്തികളുടെ പേര് അല്ലെ, സൈന്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. കണ്ണ്, കൈ, ചേന, പള്ള എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കൂങ്കൻ, പള്ളൂർ ഏമൻ നായർ. ഓക്കെ, നെക്സ്റ്റ് പഴശ്ശിരാജയെ സഹായിച്ചിട്ടുള്ള ഒരു കുറിച്യൻ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് തലൈക്കൽ ചന്തു. ഓക്കെ, തലൈക്കൽ ചന്തുവിന്റെ പേര് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും.
അപ്പോൾ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലൈക്കൽ ചന്തു എന്ന് പറയുന്നത്. തലൈക്കൽ ചന്തു ഏതുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ പഴത്തിന്റെ തോലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തലയും കുത്തി വീഴുന്നില്ല രീതിയിൽ ഒന്ന് തലൈക്കൽ ചന്തു ഒന്ന് പേരൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടച്ചേന കുങ്കനും അതുപോലെ തലൈക്കൽ ചന്തുവും കൂടിയിട്ടാണ് പനമരം കോട്ട പണിതത്. എടച്ചേന കുങ്കനും തലൈക്കൽ ചന്തുവും ചേർന്നിട്ടാണ് പനമരം കോട്ട പണിതത്. എപ്പോഴാണ്? 1802. രണ്ട് പനയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. രണ്ട് പനയുണ്ടെന്നുള്ള രീതിയിൽ 1802. ആരൊക്കെയാണ്? എടച്ചേന കുങ്കനും തലൈക്കൽ ചന്തുവും. നെക്സ്റ്റ് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു, ആ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നത്. ആ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാർബർ. അപ്പൊ ഈ രണ്ട് പേരും ചോദിക്കും, പഠിക്കണം. ബ്രിട്ടീഷ് പട്ടാള മേധാവി, ആ സമയത്തെ പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി എന്ന് പറയുന്നത് ആർതർ വെല്ലസ്ലിയാണ്. അപ്പൊ ഈ പഴശ്ശി സമരകാലത്തിലെ പട്ടാള മേധാവിയാണ് നമ്മൾ ആർതർ വെല്ലസ്ലിയുമായിട്ട് കണക്ട് ചെയ്തത് അല്ലേ? പഴശ്ശി സമരകാലത്തെ പട്ടാള മേധാവി. അപ്പൊ പഴശ്ശി എന്ന് പറയുമ്പോൾ ഞാൻ പഴമാണ് എടുത്തത്. ഈ പഴമൊക്കെ എന്തൊക്കെ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഴത്തിലേക്ക് വെല്ലം ചേർക്കുന്നില്ല രീതിയിൽ വെല്ലസ്ലി, പഴം പഴശ്ശിരാജ, വെല്ലസ്ലി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ആർതർ വെല്ലസ്ലി. ആരാണ് ആർതർ വെല്ലസ്ലി? പഴശ്ശി സമര കാലത്തെ പട്ടാള മേധാവി, ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആർതർ വെല്ലസ്ലി. അത് മനസ്സിലാക്കാനാണ് പഴത്തിന്റെ കൂടെ നമ്മൾ വെല്ലം കൂടി ചേർക്കുന്നില്ല രീതിയിൽ പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാർബർ. തലശ്ശേരിയിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാർബർ. അപ്പോൾ പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാർബർ. ഈ പഴത്തിന്റെ കൂടെ ഹൽവ കൂടി ചേർക്കുന്നില്ല രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ഹൽവ, ഹാർവേ എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തോമസ് ഹാർവേ ബാർബറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ട് വ്യക്തികളെയാണ് പറഞ്ഞത്. പഴശ്ശി യുദ്ധസമയത്തെ പട്ടാള മേധാവി എന്ന് പറയുന്നത് പഴവും വെല്ലും കൂടി ചേർക്കുന്നില്ല രീതിയിൽ ആർതർ വെല്ലസ്ലിയുമായിട്ട് കണക്ട് ചെയ്യുക. തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? ഹാർവേ. ഹലുവ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പഴത്തിന്റെ കൂടെ ഹൽവയും കൂടി കഴിക്കുന്നു, തിന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വയ്ക്കുക. തോമസ് ഹാർവേ ബാർബർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘത്തിന്റെ പേര് കോൽക്കാർ ആണ് അല്ലെ? പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം എന്താണ്? കോൽക്കാർ. ഞാനിത് ആലോചിച്ചിട്ടുള്ളത് പഴശ്ശിരാജ ആർതർ വെല്ലസ്ലി നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ? പഴം കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരമൊക്കെ ആക്കുമ്പോൾ നമ്മൾ വെല്ലിടുന്നു പറഞ്ഞു. അപ്പൊ ഈ വെല്ലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ കോൽ ഉപയോഗിച്ച് ഇളക്കുന്നില്ല രീതിയിൽ കോൽക്കർ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആവും. പഴശ്ശി രാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കർ എന്ന് മനസ്സിലാക്കാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച വർഷം എന്ന് പറയുന്നത് 1805 നവംബർ 30 അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ പഠിച്ചു. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതലാണ്. 800 മുതൽ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുമ്പോൾ 2 0 ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. 1800 to 1805. 1805 നവംബർ 30 മാവിലൻ തോടിൽ വെച്ച് നമ്മുടെ പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത്. ഈ പഴശ്ശിരാജയുടെ മരണത്തെ കുറിച്ച് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലത് പറയുന്നത്, ചില പുസ്തകങ്ങളിൽ കണ്ടതാണ് മോതിരം വിഴുങ്ങിയിട്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്, വെടിയേറ്റ് മരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വർഷം കൃത്യമായിട്ട് പഠിക്കാം. 1805 നവംബർ 30 മാവിലൻ തോട് എന്ന സ്ഥലത്ത് വെച്ച് ആര് മരിച്ചത്? പഴശ്ശിരാജ മരിച്ചത്. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലത്തിന്റെ പേരാണ് മാവിലാന്തോട്. അതെവിടെയാണ്? മാനന്തവാടി, വയനാട്ടിലാണ് കേട്ടോ. മാവിലാന്തോട് എവിടെയാണ്? വയനാട്ടിൽ. ഓക്കെ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കർ. അതുപോലെ കേരള സിംഹം എന്ന ബുക്ക് എഴുതിയതും ആരാണ്? സർദാർ KM പണിക്കറാണ്. അപ്പൊ സിംഹം എന്ന് വരുമ്പോൾ അത് ഉറപ്പിച്ചോ, അത് KM പണിക്കറായിരിക്കും. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. അതുപോലെ കേരള സിംഹം എന്ന ബുക്ക് എഴുതിയതും ആരാണ്? സർദാർ KM പണിക്കറാണ്. നെക്സ്റ്റ് പഴശ്ശി സമരങ്ങൾ
എന്ന പുസ്തകം എഴുതിയത് KKN കുറുപ്പാണ്. അപ്പൊ ഞാനിത് ഓർത്ത് വെച്ചത് നമ്മളിപ്പോ എക്സാമിനൊക്കെ പോകുമ്പോൾ ചെറുപ്പത്തിലൊക്കെ എക്സാമിനൊക്കെ ഉണ്ടല്ലേ പഴശ്ശിരാജ കുറിപ്പ് തയ്യാറാക്കുക എന്നുണ്ടാവൂലേ, അതുപോലെ ഒന്ന് ഓർത്ത് വെക്കുക പഴശ്ശി സമരങ്ങൾ കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ പഴശ്ശി സമരങ്ങൾ എന്താണ് KKN കുറുപ്പിന്റെ ബുക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, കുറുപ്പ്. ഓക്കെ, നെക്സ്റ്റ് തലൈക്കൽ ചന്തു സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പനമരം, വയനാട്. തലൈക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. പനമരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. ഓക്കെ, ഭാഗം എടുത്തത് ഒന്നുകൂടി വായിക്കാം. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലൈക്കൽ ചന്തു എന്ന് പറയുന്ന വ്യക്തി. എടച്ചേന കുങ്കനും അതുപോലെ തലൈക്കൽ ചന്തുവും കൂടിയിട്ടാണ് പനമരം കോട്ട പണിതത് 1802. ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർത്തർ വെല്ലസ്ലി ആണ് അല്ലെ വെല്ലം പഴത്തിലിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി സബ് കളക്ടർ എന്ന് പറഞ്ഞത് ഹൽവ പറഞ്ഞിട്ടുണ്ട് അല്ലെ തോമസ് ഹാർവേ ബാർബർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർത്തർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൾക്കർ. വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30 എവിടെയാണ്? വയനാട്ടിലെ മാവിലത്തോട് വച്ചിട്ട്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സിംഹം അല്ലെ സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന ബുക്ക് എഴുതിയത് സർദാർ KM പണിക്കറാണ്. പഴശ്ശി സമരങ്ങൾ എന്താണ്? KKN കുറിപ്പ്. തലൈക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? പനമരം, വയനാട്. ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന ബുക്ക് തയ്യാറാക്കിയതാരാണ്? മുണ്ടക്കയം ഗോപി. മുണ്ടക്കയം ഗോപി. ഓക്കെ, അപ്പൊ ഈ പേരൊന്ന് ഓർത്ത് വെക്കാൻ. പഴശ്ശിരാജ ചമയം അല്ലെ ചമഞ്ഞിട്ട് പോകുന്നത് മുണ്ടൊക്കെ എടുത്തിട്ടാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് എഴുതിയത് ആരാണ്? മുണ്ടക്കയം ഗോപിയാണ്. അപ്പൊ പഴശ്ശിരാജ നല്ല ചമഞ്ഞൊക്കെ പോകും അല്ലെ, ചമഞ്ഞൊക്കെ പോകുമ്പോൾ നല്ല മുണ്ടൊക്കെ എടുത്തിട്ട് പോകുന്ന രീതിയിൽ മുണ്ടക്കയം ഗോപിയായിട്ട് കണക്ട് ചെയ്യാം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. അദ്ദേഹം അവിടെ നിന്നാണ് മാവിലാത്തോട് നിന്നാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകം ഉള്ളത്. പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ലാണ്. ഈസ്റ്റ് ഹിൽ എവിടെയാണ്? കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റ് ഹില്ല്. പഴശ്ശി ഡാം വളപട്ടണം പുഴയാണ്, കണ്ണൂര്. ഓക്കെ, പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം പുഴ, കണ്ണൂര്. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഗുഹ എന്നൊക്കെ പറയുമ്പോൾ ഒരു മലേന്റെ താഴെ ആയിരിക്കൂല ഗുഹ ഉണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി കോളേജ് മട്ടന്നൂർ. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്, കണ്ണൂര്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പഴശ്ശി സമരകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം എന്നറിയപ്പെടുന്നത് അഞ്ചരക്കണ്ടിയാണ്. പഴശ്ശി സമരകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും അതുപോലെ ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഭാഗത്ത് കുറച്ചധികം പഠിക്കാനുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ട കൂടുതലൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. താങ്ക് യു.